കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയ തോതിലുള്ള റെയ്ഡ് നടത്തി. ഏകദേശം 8.5 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവിനെ അനങ്ങാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് വാർത്തകൾ. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം 12 സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി. ഈ റെയ്ഡ് നടത്തി 284ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇവർ കണ്ടെടുത്തു. അതിനകത്ത് നിന്ന് ഏകദേശം 180 കോടിയോളം രൂപയുടെ കണക്കും ഇവർ പറയുന്നുണ്ട്. ഈ കണക്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന യുവതി, അതായത് പിണറായി വിജയൻ്റെ മകൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടും ഈ ED ഉദ്യോഗസ്ഥർ 8.5 മണിക്കൂർ നീണ്ടുനിന്ന അത്യധ്വാനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതിലുള്ളത് 1.5 ലക്ഷം രൂപയാണ് അക്കൗണ്ടിലുള്ളത്. ഇവിടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അഭ്യസ്തവിദ്യരും തൊഴിൽ ചെയ്യുന്ന ആളുകളുമായ യുവാക്കളുടെ അക്കൗണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാകുമെന്ന് വ്യക്തം. ആ 1.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടും അവർ ഫ്രീസ് ചെയ്തു. അതൊക്കെ അവർ എന്തോ ആയിക്കൊള്ളട്ടെ. ഇതിനകത്ത് CPM ഉയർത്തുന്ന പ്രതിഷേധം എന്താണ്? പിണറായി വിജയനെ എങ്ങനെ ഈ കേസുമായി ബന്ധിപ്പിക്കാമെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസും മാത്യു കുഴൽനാടനും കിണഞ്ഞ് പരിശ്രമിച്ചതാണ്. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയുമൊക്കെ അത് എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. ആ കേസ് കെട്ടുകൾ, ആ ഹർജികൾ അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതികൾ ഈ കേസ് എടുത്ത് ദൂരെ കളയുന്നത്. എന്നാൽ ഇപ്പോൾ VD സതീശമേനോനും ദാമോദരൻ മകൻ VD സതീശമേനോനും നരേന്ദ്രമോദിയും ഒരുമിച്ച് കണ്ടതിൻ്റെ പിറ്റേ ദിവസം ED റെയ്ഡ് വന്നു. ഹൈക്കോടതിയിൽ നിന്ന് തുടരന്വേഷണമാകാമെന്ന ഒരു അനുകൂല നിലപാട് ഉണ്ടായി. അതിനുശേഷമാണ് റെയ്ഡ് എന്ന് നിയമവശം പരിശോധിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്ത് VD സതീശൻ RSSൻ്റെയും BJPയുടെയും ഏജൻ്റാണ് എന്നത് സ്പഷ്ടമാണ് പല കാര്യങ്ങൾ കൊണ്ടും. അത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ RSS ഏജന്റായ BJPയുടെ കുഴലൂത്തുകാരനായ മുഖ്യമന്ത്രി സതീശമേനോൻ BJP നേതാക്കളെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. നിങ്ങൾ എന്തു വേണോ കാണിച്ചോ, അവിടെ പോലീസിനെ പോലും വിടില്ല, നിങ്ങൾക്ക് എന്തു വേണോ കാണിക്കാം എന്നായിരുന്നു കരാർ. പക്ഷേ പോലീസിനെ വിട്ടില്ല. ചെന്നിത്തലയും സതീശനും ഒന്നും പോലീസിനെ അങ്ങോട്ട് വിട്ടില്ല. കാരണം എന്താണ്? നേരത്തെ കേന്ദ്രത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കേരളത്തിലെ പോലീസ് ഒന്നും തടയാനൊന്നും വരില്ല, നിങ്ങൾ കയറി എന്തു വേണോ ആയിക്കൊള്ളണമെന്ന്. വേണമെങ്കിൽ പിണറായിയെ തൂക്കിക്കൊണ്ടുപോയാലും ഞങ്ങൾ അനങ്ങില്ല എന്നായിരുന്നു ഈ മുട്ടാപ്പോക്ക് തത്വം അവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ ജനങ്ങൾ വിട്ടുകൊടുക്കുമോ? ജനങ്ങൾ യാതൊരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ 10 വർഷക്കാലം അഴിമതി രഹിതമായ കരങ്ങളോടുകൂടി കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി, 15 വർഷക്കാലം ഏറെക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന റെക്കോർഡുള്ള പിണറായി വിജയൻ, വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ 1-ാം തരം വൈദ്യുതി മന്ത്രി എന്ന പേരെടുത്ത ആൾ, അടിയന്തരാവസ്ഥക്കാലത്തും അതിനു മുമ്പുമൊക്കെ ജയിലിൽ കിടന്ന ആൾ, ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റയാൾ, തലശ്ശേരി കലാപത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ RSSും കോൺഗ്രസും കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ അതിനെതിരെ പടപൊരുതിയ ഒറ്റയാൾ പോരാട്ടം, ശരിക്കു പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തിയ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ പാർട്ടിക്കകത്ത് പലതരം വിമർശനങ്ങളും ഉണ്ടാകും. പാർട്ടിക്കാർ ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ചിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പലതരം വിമർശനങ്ങളും ഉണ്ടാകും. എന്നാൽ ഒരു സമുന്നതനായ നേതാവിനെ തെരുവിലാക്രമിക്കാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അല്ലെങ്കിൽ CPM, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന സത്യം EDക്ക് മനസ്സിലായില്ല, ചെന്നിത്തലയ്ക്ക് മനസ്സിലായില്ല, സതീശനും മനസ്സിലായില്ല. സതീശനും രമേശനും കരുതിയത് ഇതാ പിണറായിക്കെതിരെ എല്ലായിടത്തു നിന്നും വിമർശനം വരികയാണല്ലോ, MV ഗോവിന്ദനെതിരെ വിമർശനം വരികയാണല്ലോ, നമുക്ക് കയറി ആക്രമിക്കാൻ പറ്റിയ സമയമാണ്, കയറി ആക്രമിച്ച് കളയാം. അവസാനം ചീമുട്ട ഏറും കൊണ്ട് ഓടേണ്ടി വന്നു ഈ മോദിയുടെ EDയും അതുപോലെ തന്നെ കേരള പോലീസും. അവസാനം 5 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതൊക്കെ ഒരു പ്രഹസന അറസ്റ്റ് മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ വധശ്രമ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പോലീസ് പറയുമ്പോഴും അവർ വാഹനം തടഞ്ഞു എന്നത് വാസ്തവം തന്നെ. അത് അവരുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഭാഗമായുള്ള, സമരത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമായിരുന്നു എന്ന് എല്ലാവർക്കും സ്പഷ്ടമാണ്. ഇന്നത്തെ മലയാള മനോരമ പത്രവും അതുപോലെ തന്നെ ദേശാഭിമാനി പത്രവും ഒക്കെ വായിച്ചു നോക്കിയാൽ മനോരമയിലും എഴുതിയിരിക്കുന്ന കണക്കൊന്നും തന്നെയാണ്, ദേശാഭിമാനിയിലും എഴുതിയിരിക്കുന്ന കണക്കുകൾ ഒന്ന് തന്നെയാണ്. കാരണം സത്യത്തിന് വേറൊരു മുഖമില്ല. സത്യം സത്യമായി തന്നെ നിലനിൽക്കണം. എന്നാൽ ചില ആളുകൾ, ഈ ഷോൺ ജോർജ്, മാത്യു കുഴൽനാടൻ, സതീശ മേനോൻ, അങ്ങനെ തുടങ്ങിയ ചില ആളുകൾ BJPയുമായി കരാറിൽ ഏർപ്പെട്ടത്. ഷോൺ ജോർജ് BJP വൈസ് പ്രസിഡന്റ് തന്നെയാണ്.
BJPയുമായി ധാരണയിലെത്തിയ ശേഷമുള്ള ഈ വേട്ടയാടലൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളം അങ്ങ് ബംഗാളിനെ പോലെയായി. ബംഗാളിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പച്ച പിടിക്കാത്തതുപോലെ കേരളത്തിൽ ഇനി പച്ച പിടിക്കില്ല, കരതൊടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഏഭ്യന്മാരോ അല്ലെങ്കിൽ മന്ദബുദ്ധികളോ ആയിരിക്കണം എന്ന്. അതായത് മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നശേഷിയുള്ള ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ബുദ്ധിശൂന്യന്മാർ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളം ഇടത്തേക്ക് ചാഞ്ഞ ഇടമാണ്. കേരളം ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് എപ്പോഴും ഉള്ളത്. തിരുത്തലുകളും തിരുത്തൽ രാഷ്ട്രീയവും CPMലും CPIയിലും ഒക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്ററോ അതുപോലെ വേറെ ഏതെങ്കിലും നേതാവോ അല്ലോ കേരളത്തിലെ നേതാവോ അല്ല കേരളത്തിലെ CPMനെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിശ്ചയിക്കുന്നത്. ഈ നേതാക്കളല്ല കമ്മ്യൂണിസം എന്ന പരമാർത്ഥം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നേതാക്കൾ വരും അവരുടെ നിയോഗം കഴിഞ്ഞ് അവർ മാറിപ്പോകും, അവരുടെ സ്ഥാനമാനങ്ങൾ മാറും. പക്ഷേ ഇവിടെയുള്ള അണികൾക്ക് ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, ജീവനും നീരും ചോരയും ഒക്കെ നൽകാൻ. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടത്. ശരിക്കു പറഞ്ഞാൽ സതീശ മേനോനും കേന്ദ്രവുമായുള്ള ഡീലാണ് പൊളിച്ചു കളഞ്ഞത് ഈ പ്രവർത്തകർ. അതുപോലെ തന്നെ ഈ ഡീലു മുഖാന്തരം ചെന്ന് ഇളിഭ്യരായ ED ഇനി കോടതിയിൽ നിന്ന് പലതവണ ചീത്ത കേട്ടതാണ്. ഇനി ഇക്കാര്യത്തിലും കോടതിയിൽ നിന്ന് ചീത്ത കേൾക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.